ഈ സിസ്റ്റത്തിൽ ആകെ കോടതിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അതിനപ്പുറത്ത് വലിയ വലിയ മീനുകൾ, വലിയ വലിയ കൊമ്പൻ സ്രാവുകൾ ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകാം. അതൊരു പക്ഷേ ശബരിമലയ്ക്ക് മുകളിൽ പുറത്താകാം. ആ ശബരിമലയിലെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ മാത്രം ഒതുങ്ങുന്നതാകില്ല, അതിന് മുകളിലുള്ള സംവിധാനങ്ങളാകാം. അപ്പോൾ ഈ സ്വർണം എവിടേക്ക് പോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ സ്വർണം ബാംഗ്ലൂരിലേക്ക് എവിടെയൊക്കെ പോയി, ചെന്നൈയിലേക്ക് എവിടെയൊക്കെ പോയി, അങ്ങനെയുള്ള വലിയൊരു അന്വേഷണത്തിലേക്ക് ഏതായാലും SIT നീങ്ങുകയാണ്. ഇതിനായി SITക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. അപ്പോൾ ഇനി കോടതി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ വിശ്വാസികൾക്കുണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ സംശയം, രാഷ്ട്രീയമായി സർക്കാർ നേരിടുന്ന വലിയ തിരിച്ചടി, ഇതൊക്കെ മറികടക്കാൻ തീർച്ചയായും സർക്കാരിന് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയത്തിൽ അന്വേഷണ സംവിധാനങ്ങളോട് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുകയും ഈ വിഷയത്തിൽ ഹൈക്കോടതി നൽകുന്ന ഏത് നിർദ്ദേശവും അംഗീകരിക്കാനും നടപ്പാക്കാനുമുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ മേനുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ കുടുങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ.